നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് DCC ഓഫീസിലെ തമ്മിൽ തല്ല് അന്വേഷിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് നേതാവിനെതിരെ അച്ചടക്ക നടപടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 3448 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. 2710 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി. സൂപ്പർ മാർക്കറ്റ് കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നതിനിടെ കുപ്രസിദ്ധ കവർച്ചക്കാരൻ ത്വരപ്പൻ സന്തോഷിനെ നാട്ടുകാർ അതിസാഹസികമായി പിടികൂടി. രക്ഷപ്പെടാൻ കടയുടെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഒടിഞ്ഞു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര ഭവൻ റോഡിൽ ഗതാഗത യോഗ്യമായ അടിപ്പാത പണിയണമെന്നാവശ്യപ്പെട്ട് ജനകീയ കർമ്മസമിതി അനിശ്ചിതകാല സമരം തുടങ്ങി. ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാടകോത്സവം സമാപിച്ചു. ആലാമിപ്പള്ളി രാജ്യ റെസിഡൻസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു 5 ദിവസങ്ങളിൽ നാടകം അരങ്ങേറിയത്. കാസർഗോഡ് പിറ്റൻ DPS ആക്ട് പ്രകാരം ഒരാൾ കൂടി കരുതൽ തടങ്കലിൽ. നെക്രാജെ സ്വദേശി ഇക്ബാൽ PM നെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാം. തദ്ദേശ പോര്. കാസർഗോഡ് DCC ഓഫീസിലെ തമ്മിൽ തല്ല് അന്വേഷിക്കാൻ രണ്ടംഗ സമിതി. റിപ്പോർട്ടിന് ശേഷം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ കയ്യാങ്കളി അന്വേഷിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചു. സമിതി 5 ദിവസത്തിനകം DCCക്ക് റിപ്പോർട്ട് നൽകുമെന്നും റിപ്പോർട്ട് പ്രകാരം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ. ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾക്കും ചാനലുകൾ ഉൾപ്പെടെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാൻ കുന്നിലിനെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തി 5 ദിവസത്തിനകം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ജില്ലയിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും UDF കൺവീനറുമായ A. ഗോവിന്ദൻ നായരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ MC പ്രഭാകരനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇത് പാർട്ടി വളരെ ഗൗരവമായാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലക്കകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും നല്ല ശുഭ സൂചകമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. മർദ്ദന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാൻ കുന്നിലിനെ വ്യാഴാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജന തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ DCC ഓഫീസിൽ ഏറ്റുമുട്ടിയത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും കർഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. കയ്യാങ്കളിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് DCC ഓഫീസിലെ തമ്മിൽ തല്ല് ഫോണിൽ പകർത്തിയ കോൺഗ്രസ് നേതാവിനെതിരെ അച്ചടക്ക നടപടി. കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി നഫ്വാൻ കുന്നിലിനെ സസ്പെൻഡ് ചെയ്തു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജന തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ DCC ഓഫീസിൽ ഏറ്റുമുട്ടിയത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ തമ്മിൽ തല്ല് ഫോണിൽ പകർത്തിയ കോൺഗ്രസ് നേതാവിനെതിരെ അച്ചടക്ക നടപടി.
കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാൻ കുന്നിലിനെ സസ്പെൻഡ് ചെയ്തു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജന തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഡിസിസി ഓഫീസിൽ ഏറ്റുമുട്ടിയത്. ഡിസിസി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും കർഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. കയ്യാങ്കളിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും പാർട്ടി യോഗങ്ങളിലുമായി തുടർന്ന തർക്കം ഒടുവിൽ ഡിസിസി ഓഫീസിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. ജെയിംസ് നേരത്തെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് DDF എന്ന സംഘടന ഉണ്ടാക്കിയിരുന്നു. ഈ സംഘടനയാണ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ഭരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇദ്ദേഹമടക്കം 7 പേർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി. ഡിസിസി വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നൽകി. അന്ന് തന്നോടൊപ്പം വന്ന 7 പേർക്കും സീറ്റ് വേണമെന്ന ആവശ്യമാണ് ജെയിംസ് പന്തമാക്കൻ ഉന്നയിച്ചത്. ഇതിനെ ഡിസിസി ഭാരവാഹികൾ എതിർത്തു. ചർച്ചയിൽ 5 സീറ്റ് നൽകാൻ ധാരണയായി. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഡിസിസി പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ജെയിംസും ഒപ്പമുള്ളവരും വിമർശനം ഉന്നയിച്ചതോടെ നൽകുന്ന സീറ്റ് 2ആക്കി ചുരുക്കാൻ ഡിസിസി നേതൃത്വം തീരുമാനിച്ചു. ഇതേ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഡിസിസി ഓഫീസിൽ നടന്ന വാക്കേറ്റവും തർക്കവുമാണ് തമ്മിൽ തല്ലിൽ കലാശിച്ചത്. തുടർന്ന് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള KPCC വൈസ് പ്രസിഡന്റ് M. ലിജു പറഞ്ഞിരുന്നു. ലിജുവിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് ഹാളിന് പുറത്ത് നേതാക്കൾ ഏറ്റുമുട്ടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 3448 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. 2710 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് 2025ന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കും ഡിവിഷനുകളിലേക്കുമായി ഇതുവരെ 3448 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. 2710 സ്ഥാനാർത്ഥികളാണ് ഇതുവരെ പത്രിക സമർപ്പിച്ചത്. നവംബർ 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലേക്ക് പുതിയ 12 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖരനും ഉപവരണാധികാരി MDMP അഖിലിനുമാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലേക്കായി ഇതുവരെ 49 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 70, പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ 49, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 33, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 24, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിൽ 43, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ 45 നാമനിർദ്ദേശ പത്രികകളും സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 164, നീലേശ്വരം നഗരസഭയിൽ 137, കാസർഗോഡ് നഗരസഭയിൽ 68 നാമനിർദ്ദേശ പത്രികകളും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി. കാസർഗോഡ് പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDFിലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയെന്നാരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ രാത്രിയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ ഉപരോധിച്ചിരുന്നു. പടന്ന പഞ്ചായത്തിലെ 6 വാർഡുകളിൽ പ്രവർത്തകരുടെ പേരുകൾ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും വിമർശനമുണ്ട്. പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിൽ അല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യതയില്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PK ഖമറുദ്ദീൻ, ജനറൽ സെക്രട്ടറി PKC മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ജലീൽ ഒരിമുക്ക്, വൈസ് പ്രസിഡന്റുമാരായ PP അഷ്കർ, സയ്യിദ് ദാരിമി, ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് തെക്കേക്കാട്, ജംഷാദ് എടച്ചാക്കൈ എന്നിവരാണ് രാജിവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ പശ്ചാത്തലത്തിൽ കമ്മിറ്റി ഭാരവാഹികൾ രാജിവെക്കുന്നുവെന്നാണ് യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. നവംബർ 2-ന് ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ്
മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് രാജിവെച്ചതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ഹരിത സന്ദേശ യാത്രയ്ക്ക് തുടക്കമായി. കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ കലക്ടറേറ്റ് പരിസരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബിനും തുടക്കം കുറിച്ചു. ചട്ടം പാലിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷൻ ജില്ലാ കുടുംബശ്രീയുമായി ചേർന്ന് നടത്തുന്ന വാഹന പ്രചരണ യാത്രയിൽ ഫ്ലാഷ് മോബുമാണ് ഇപ്പോൾ. കാഞ്ഞങ്ങാട് നഗരസഭ 7ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ 7ാം വാർഡ് അതിയാമ്പൂരിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 7ാം വാർഡ് അതിയാമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VV രമേശിന്റെ വിജയത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ജില്ലാ കൗൺസിലിൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം ഉണ്ടായിരുന്നു. കൂടുതൽ അധികാരവും പണവും ഉണ്ടായിരുന്നു. ഭരണഘടനയിലെ 73, 74 ഭേദഗതിയുടെ ഭാഗമായിട്ട് ഇന്ന് കാണുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് നയനാരുടെ ഗവൺമെന്റ് തന്നെയാണ് ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയത്. താഴെത്തട്ടിൽ തന്നെ ആസൂത്രണവും അധികാരവും പണവുമെല്ലാം നൽകുന്ന നിലയിൽ കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാനും ആ നിലയിലേക്ക് കേരളത്തിന്റെ വികസന രംഗത്ത് വലിയ പ്രാധാന്യം കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് പ്രാദേശിക ഗവൺമെന്റുകൾക്കുൾപ്പെടെ നൽകുന്ന നിലയിലേക്കുള്ള തീരുമാനമെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. CPI നേതാവ് M കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, M രാഘവൻ, VV പ്രസന്നകുമാരി, M വിദ്യാലത, LDF സ്ഥാനാർത്ഥി VV രമേശൻ എന്നിവർ സംസാരിച്ചു. AK ആൽബർട്ട് സ്വാഗതവും C ലളിത നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ വെച്ച് M കുഞ്ഞിക്കണ്ണനെ പ്രസിഡന്റായും AK ആൽബർട്ടിനെ സെക്രട്ടറിയുമായുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൽ ദേശീയപാത കുറുകെ കടക്കുന്നതിനു വേണ്ടി ഇപ്പോൾ ഒരുക്കിയ പാത ഗുഹയ്ക്ക് സമാനമാണ്. ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ തന്നെ തല താഴ്ത്തി പിടിച്ചു വേണം കടന്നു പോകാൻ. ഇതിന്റെ അകത്തുകൂടി സമാന്തര പാതയിലേക്ക് ഇറങ്ങുന്നതാകട്ടെ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറാൻ പോകുന്നവർ ഇതിന്റെ അകത്തുകൂടിയാണ് നടന്നു പോകുന്നത്. സന്ധ്യ മയങ്ങിയാൽ ഇതിനകത്ത് ഇരുട്ട് പരക്കും. വെളിച്ചമില്ലാത്തത് സ്ത്രീ യാത്രക്കാർക്ക് മറ്റും വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഇവിടെ ഒരുക്കിയ ഈ അടിപ്പാത മാറ്റി സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഈ സത്യാഗ്രഹ സമരം എന്നുള്ള നിലയിൽ രാപ്പകൽ സമരമായി മാറുവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞങ്ങൾ ഇലക്ഷൻ കണ്ടതുകൊണ്ടോ
ഇലക്ഷനുമായി മുന്നോട്ട് വന്നതുകൊണ്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങളുടെ ആവശ്യമാണ്. ഈ ആവശ്യം നിറവേറ്റി തരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വേറെ ഒന്നും തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ മേഖലയാണ് ഇനി വികസിക്കാനുള്ളത്. ഒരുപക്ഷെ ചെറുവത്തൂരിന്റെ സിവിൽ സ്റ്റേഷൻ പോലും ഈ പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരാൻ പോകുന്നത്. ദിനേശ് അപ്പാരൻസ് പോലുള്ള വലിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ 10-100 വീട്ടുകാരിവിടെ ഉണ്ട്. നിത്യരോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് പടിഞ്ഞാറ് വശത്തുണ്ട്. അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അനുകൂല നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് കർമ്മസമിതി അനിശ്ചിതകാല സമരത്തിനിറങ്ങിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ദിവസങ്ങൾ പിന്നിട്ടു. വിവാഹ വാർഷികം വരെയുള്ള ആഘോഷങ്ങൾ നാട്ടുകാർ സമരപ്പന്തലിലേക്ക് മാറ്റുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, സർവകക്ഷി നേതാക്കളായ P വിജയകുമാർ, KK കുമാരൻ, മുകേഷ് ബാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ PP മുസ്തഫ, C രഞ്ജിത്ത്, SN രഞ്ജിത്ത്, പ്രസ് ഫോറം ഭാരവാഹികളായ T രാജൻ, ഉദിനൂർ സുകുമാരൻ തുടങ്ങിയവർ സമരമുഖത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പിറ്റൻ DPS ആക്ട് പ്രകാരം ഒരാൾ കൂടി കരുതൽ തടങ്കലിൽ. നക്രാജെ സ്വദേശി ഇക്ബാൽ PM-നെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. കേരളത്തിലും കർണാടകയിലും വിവിധ സ്റ്റേഷനുകളിലുമായി നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ഇക്ബാൽ. കർണാടകയും കേരളത്തിൽ കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷനുകളിലും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇക്ബാൽ. ദക്ഷിണ കന്നഡ കാവൂർ പോലീസ് സ്റ്റേഷനിൽ 2019 41.140 കിലോ കഞ്ചാവ് കടത്തിയതിനും ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ 2025 26.100 ഗ്രാം MDMA കൈവശം സൂക്ഷിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. ഇതോടെ ജില്ലയിൽ പിറ്റ് NTPS ആക്ട് പ്രകാരം പിടിയിലായവരുടെ എണ്ണം 12ആയി. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ IPSന്റെ മേൽനോട്ടത്തിൽ ബദിയടുക്ക ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ Aയുടെ നേതൃത്വത്തിൽ SI M സഫ്യസാജിയും സംഘവും പ്രതിയെ പിടികൂടി തിരുവനന്തപുരം പൂജപ്പര സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൂപ്പർ മാർക്കറ്റ് കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നതിനിടെ കുപ്രസിദ്ധ കവർച്ചക്കാരൻ ത്വരപ്പൻ സന്തോഷിനെ നാട്ടുകാർ അതിസാഹസികമായി പിടികൂടി. രക്ഷപ്പെടാൻ കടയുടെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഒടിഞ്ഞു. SSF കാസർഗോഡ് ജില്ലാ ഹയർ സെക്കൻഡറി ഗാല 22-ന് മഞ്ചേശ്വരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനമായ സ്റ്റുഡൻസ് ഗാല 22-ന് മഞ്ചേശ്വരം AH പാലസിൽ നടക്കും. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ അനുബന്ധമായാണ് സ്റ്റുഡൻസ് ഗാല നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ അടക്കമുള്ള മേഖലയിൽ പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടി ഒരുക്കുന്ന സമ്മേളനത്തിൽ അക്കാദമിക് രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തികളും സെഷനുകൾ അവതരിപ്പിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷുക്കൂർ മുഖ്യാതിഥിയാകും.
പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, താജുദ്ദീൻ മാസ്റ്റർ, ജാബിർ നേരോത്ത് തുടങ്ങിയവർ സംസാരിക്കും. വിവിധ സെഷനുകളിലായി അനസ് അമാനി, ഡോക്ടർ തൻവീർ, CA അഹമ്മദ് റാസി, മൂസ നവാസ്, CN ജാഫർ, TK റമീസ്, ഷബീർ നൂറാനി, ഹാദി തുടങ്ങിയവർ ക്ലാസുകൾ അവതരിപ്പിക്കും. വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ കലാകായിക മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥി റാലിയോടെ ഗാല സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി SSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനമായ സ്റ്റുഡൻസ് ഗാല നവംബർ 22-ന് മഞ്ചേശ്വരം AH പാലസിൽ നടക്കും. നോ ക്യാപ് ഈസ് ടുമോറോ എന്ന ടൈറ്റിലൈനിലാണ് സമ്മേളനം നടക്കുക. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ അടക്കമുള്ള മേഖലയിൽ പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു വേണ്ടി ഒരുക്കുന്ന സമ്മേളനത്തിൽ അക്കാദമിക് രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തികളും സെഷനുകൾ അവതരിപ്പിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷുക്കൂർ മുഖ്യാതിഥിയാകും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, താജുദ്ദീൻ മാസ്റ്റർ, ജാബിർ നേരോത്ത് തുടങ്ങിയവർ സംസാരിക്കും. വിവിധ സെഷനുകളിലായി അനസ് അമാനി, ഡോക്ടർ തൻവീർ, CA അഹമ്മദ് റാസി, മൂസ നവാസ്, CN ജാഫർ സ്വാദിഖ്, TK റമീസ്, ഷബീർ നൂറാനി, ഹാദി തുടങ്ങിയവർ ക്ലാസ് അവതരിപ്പിക്കും. വിദ്യാർത്ഥികൾക്കായി കാസർഗോഡ് ജില്ലയിലെ ഇന്റർ സ്കൂൾ കലാകായിക മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥി റാലിയോടെ ഗാല സമാപിക്കും. ഷാഹിദ് പെട്ടിക്കൊണ്ട, മുർഷിദ് പുളിക്കൂർ, ജംഷീദ് ചടേക്കാൽ, മുഹമ്മദ് ഖാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ മുന്നണി പോരാളിയായിരുന്നു M ഗംഗാധരനെന്ന് BD ലേബർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P കമലാക്ഷൻ പറഞ്ഞു. M ഗംഗാധരന്റെ 8ാം ചരമവാർഷിക ദിനം കുന്നുമ്മലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ മുന്നണി പോരാളിയായിരുന്നു M ഗംഗാധരനെന്ന് BD ലേബർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P കമലാക്ഷൻ പറഞ്ഞു. M ഗംഗാധരന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ കുന്നുമ്മലിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയെ കൊണ്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആളുകൾ നമ്മൾ വിട്ടുപറഞ്ഞു. ഗംഗാരട്ടൻ അവസാന കാലങ്ങളിലും കമ്മിറ്റിക്ക് വരുമ്പോൾ നേരെ ആശുപത്രി കണ്ണൂരത്തെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിയതിന് ശേഷമാണ് കമ്മിറ്റിക്ക് വരുന്നത്. അസുഖമുണ്ടെങ്കിലും ആ അസുഖമൊന്നും വകവെക്കാതെ കണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന വീട് തൊഴിലാളികൾ അവരുടെ ആനുകൂല്യങ്ങൾ PF ആയാലും അവരുടെ ഇലയില കാര്യങ്ങളായാലും പുകയില കാര്യങ്ങളായാലും ബോണസ് ആയാലും ഇങ്ങനെ തുടങ്ങി അവരുടെ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രതയോടുകൂടി മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം ഗംഗാരട്ടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഗംഗാരട്ടൻ രാവിലെ വന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പോലെ ഭാരതപീഠി ഡിപ്പോയിലാണ്. പലപ്പോഴും ഗംഗാരട്ടനായിട്ട് വിളിക്കുമ്പോൾ എല്ലാം ഗംഗാരട്ടൻ അവിടെ നിന്ന പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ പോയി സംസാരിക്കാൻ പോവുകയാണ് എന്ന നിലയിലാണ്. ജീവിതത്തിൽ വലിയൊരു ഭാഗം തന്നെ വീട് തൊഴിലാളികൾക്ക് വേണ്ടി പ്രൈവറ്റ് മേഖലയിൽ പ്രത്യേകിച്ചും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി സംഘടന എന്ന രീതിയിലും വ്യക്തിപരമായിട്ടുള്ള രീതിയിലും സഹായിക്കുന്നതിന് വേണ്ടി ഗംഗാരട്ടന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഗംഗാരട്ടൻ മാത്രമല്ല നമ്മളെല്ലാവരുടെയും ആഗ്രഹം ഇപ്പോഴും അന്നും പ്രൈവറ്റ് മേഖലയിലത്തെ തൊഴിലാളികളെ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കണം എന്നതായിരുന്നു. P ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ, T കുര്യൻ, P കാര്യമ്പു, V ബാലകൃഷ്ണൻ, P കൃഷ്ണൻ, PP തങ്കമണി, രോഹിണി, M രാമൻ, T ബാബു എന്നിവർ സംസാരിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലേശ്വരത്ത് ഗവൺമെന്റ് UP സ്കൂളിൽ വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. പള്ളിക്കര GW LPS പ്രധാന അധ്യാപകൻ കൃഷ്ണകുമാർ പള്ളിയത്ത് വിജയോത്സവം 2025 ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. കഴിഞ്ഞ സബ് ജില്ലാ മേളകളിൽ വിജയിച്ചവർക്കും സംസ്ഥാനതല ഇൻക്ലൂസീവ് കായികമേളയിൽ മത്സരിച്ചവർക്കും സബ് ജില്ലാ സംഘഗാന മത്സരത്തിൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച പരിശീലകർക്കും അനുമോദനം ഒരുക്കുന്നതിനായി വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. സംസ്ഥാനതല ഇൻക്ലൂസീവ് കായികമേളയിൽ മത്സരിച്ച ആലേഖ്, അബ്ദുൽ നാസർ സബ് ജില്ലാ സംഘഗാന മത്സരത്തിലേക്ക്,
LP, UP വിഭാഗം കുട്ടികളെ കഴിഞ്ഞ 2 വർഷങ്ങളായി പരിശീലിപ്പിച്ച ശ്യാമിലി, ശ്രീലക്ഷ്മി, സബ്ജില്ലാ മേളകളിൽ വിജയിച്ചവർ എന്നിവർക്കാണ് വിജയോത്സവം 2025 ഭാഗമായി മൊമെന്റോകൾ നൽകി അനുമോദിച്ചത്. പള്ളിക്കര GW ALPS പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാർ പള്ളിയത്ത് വിജയോത്സവം 2025 ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. ചുവരുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ പഠനത്തെ കൊണ്ടുപോകണമെന്ന് പാഠ്യപദ്ധതിയും മറ്റും അനുശാസിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങളിങ്ങനെ കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴും ഈ ചൂടും ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടുന്നില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങളുടെ വിദ്യാലയത്തിന് ലഭിച്ച ഏറ്റവും മികവുറ്റ സമ്മാനങ്ങളും ഏറ്റവും മികവുറ്റ ഉപഹാരങ്ങളും സ്വീകരിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് ഈ വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ ഉപജില്ലയിൽ കലോത്സവത്തിലും വിവിധ മേളകളിലും മികച്ച സ്കോർ നേടിയിട്ട് സമ്മാനാർഹനായിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രധാന അധ്യാപകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്കൂൾ PTA പ്രസിഡന്റ് P. വിനോദ് അധ്യക്ഷനായി. PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ P. പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് അമൃത, സീനിയർ അസിസ്റ്റന്റ് ഉമാദേവി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് അജാനൂർ പഞ്ചായത്ത് 3-ാം വാർഡ് CDS അംഗങ്ങൾ സ്കൂളിലേക്ക് സംഭാവന ചെയ്ത ഗ്രൈൻഡർ പ്രധാന അധ്യാപകനും PTA ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ് മാസ്റ്റർ T. വിഷ്ണു നമ്പൂതിരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി N. ശോഭന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർത്തിക നിത്യാനന്ദ കലാകേന്ദ്രം ഫോക്ലോറുമായി ചേർന്ന് ചെണ്ടമേള പരിശീലനം നടത്തി. വാദ്യകലാകാരൻ സന്തോഷ് മാരാർ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. കാർത്തിക നിത്യാനന്ദ കലാകേന്ദ്രം ഫോക്ലാൻഡുമായി ചേർന്ന ചെണ്ടമേളം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമീണ മേഖലയിൽ കലാപരമായ ഉയർച്ചയോടൊപ്പം സ്വയം തൊഴിലിലൂടെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം നൽകിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിശീലനത്തിന്റെ ഭാഗമായി. കലാകേന്ദ്രത്തിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. വാദ്യകലയിൽ അപൂർവമായി ലഭിക്കുന്ന രാജരാജേശ്വര പട്ടം നേടിയ വാദ്യകലാകാരൻ സന്തോഷ് മാരാർ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. ചെണ്ട പരിശീലന ക്ലാസ് ആരംഭിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികൾ, മുതിർന്നവരും വനിതകളും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് പുളിമുട്ടി കൊണ്ട് ചെറിയ കല്ലിലോ അല്ലെങ്കിൽ മരക്കുട്ടയിലോ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് ഏകദേശം ഒരു 6 മാസത്തോളം കാലം നമ്മളതിൻ്റെ പരിശീലനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പരിശീലനത്തിന് നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത് പഞ്ചാരി മേളത്തിൻ്റെ 4ഉം 5ഉം കാലങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. അത് ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഉള്ള ഒരു വാദ്യ പരിശീലന ക്ലാസ്സാണ്. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും വാദ്യകലാ പരിശീലകനുമായ സനൽ മാരാറാണ് പരിശീലനം നൽകുന്നത്. കലാകേന്ദ്രം സെക്രട്ടറി ദിവ്യേഷ് പി, കലാകേന്ദ്രം വനിതാവേദി പ്രസിഡന്റ് ബിന്ദു ശശി എന്നിവർ സംസാരിച്ചു. കലാകേന്ദ്രം സെക്രട്ടറി ശിവചന്ദ്രൻ കാർത്തിക സ്വാഗതവും ഫോക്ലാൻഡ് സെക്രട്ടറി കെ സുരേഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് DCC ഓഫീസിലെ തമ്മിൽ തല്ല് അന്വേഷിക്കാൻ 2-അംഗ സമിതിയെ നിയോഗിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് നേതാവിനെതിരെ അച്ചടക്ക നടപടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 3448 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. 2710 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി.
സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് കവർച്ച നടത്തുന്നതിനിടെ കുപ്രസിദ്ധ കവർച്ചക്കാരൻ തൊരപ്പൻ സന്തോഷിനെ നാട്ടുകാർ അതിസാഹസികമായി പിടികൂടി. രക്ഷപ്പെടാൻ കടയുടെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഒടിഞ്ഞു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര ഭവൻ റോഡിൽ ഗതാഗത യോഗ്യമായ അടിപ്പാത പണിയണമെന്നാവശ്യപ്പെട്ട് ജനകീയ കർമ്മസമിതി അനിശ്ചിതകാല സമരം തുടങ്ങി. ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാടകോത്സവം സമാപിച്ചു. ആലാമിപ്പള്ളി രാജ്യ റെസിഡൻസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു 5 ദിവസങ്ങളിൽ നാടകം അരങ്ങേറിയത്. കാസർഗോഡ് പിറ്റൻ DPS ആക്ട് പ്രകാരം ഒരാൾ കൂടി കരുതൽ തടങ്കലിൽ. നെക്രാജ്യ സ്വദേശി ഇക്ബാൽ PM-നെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.